ആക്സിസ് മാത്രമല്ല, ആക്സിസിലേക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ വരുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. കാരണം ആക്സിസ് ആണ് മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളം UDF-നൊപ്പം ആക്സിസ് പോൾ എന്ന് അറിയാതെ വായി വന്നു. അതാ ശ്രദ്ധ മുഴുവൻ ആക്സിസിലേക്കായി. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ UDF നേടുന്നു എന്നാണ് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ നേരിയ മാർജിനാണ് മിക്കവാറും എല്ലാ സർവേ ഫലങ്ങളും. അത് ആക്സിസ് ബൈ ഇന്ത്യയുടെ സർവേ ഫലം ഒഴികെ ബാക്കി എല്ലാവരും നേരിയ മാർജിൻ മാത്രം പറയുന്നു. നമുക്ക് മധ്യ കേരളത്തിലേക്ക് വന്നാൽ മധ്യ കേരളത്തിലെ കരുത്ത് UDF തിരിച്ചു പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രമായ കോട്ടയത്ത് നിന്ന് അജിത് ബാബു ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത് ബാബു, ഈ മധ്യ കേരളത്തിലെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ കേരള കോൺഗ്രസിൻ്റെ ഒരു കഷണം LDF-നൊപ്പമാണ്. അതിൽ വലിയ കഷണം LDF-നൊപ്പമായി നിൽക്കുമ്പോൾ തന്നെ മധ്യ കേരളം UDF-നൊപ്പം നിൽക്കും എന്നുള്ള കണക്കുകളാണ് ഈ സർവേ ഫലങ്ങൾ കാണിച്ചു തരുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കാനാണോ സാധ്യത? എന്താണ് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇതിനോടുള്ള പ്രതികരണവും അവരുടെ വിലയിരുത്തലും? ഹർഷൻ, ഈ സർവേ ഫലങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. കാരണം UDF-ന് ഈ സീറ്റുകൾ വർദ്ധിക്കേണ്ട ചില പോക്കറ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് ഇത്രത്തോളം സീറ്റുകൾ അത്തരത്തിൽ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിന് ആനുപാതികമായ സീറ്റുകൾ എവിടെയാണ് വർദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് മധ്യ കേരളത്തിലാണ്. കാരണം മധ്യ കേരളത്തിൽ തൃശ്ശൂർ മുതൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ആകെ മൊത്തം 46 സീറ്റുകളിൽ നിലവിൽ 31 LDF ആണുള്ളത്. അതിന് എറണാകുളത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 32 26 LDF ആകുന്ന സാഹചര്യമാണുള്ളത്. അത്രത്തോളം വലിയ ഭൂരിപക്ഷം ഇപ്പോൾ LDF-നുണ്ട്. അത് മാറിക്കൊണ്ട് ഇവിടെ UDF-ന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അത് കൗതുകത്തോടെ തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മറ്റിടത്ത് ട്രെൻഡ് ഉണ്ടായില്ലെങ്കിലും മധ്യ കേരളത്തിൽ അതൊരു ട്രെൻഡായി തന്നെ UDF-ന് വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലേക്കാണ് ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. VD സതീശൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞത്. അതിൽ 2 ജില്ലകൾ മലപ്പുറവും വയനാടുമാണ്. അത് കഴിഞ്ഞാൽ ബാക്കി 3 ജില്ലകളും മധ്യ കേരളത്തിൽ നിന്നാണ്. അതിൽ എറണാകുളമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്. അവിടെ നാമമാത്രമായ സീറ്റുകളാണ് ഇത്തരത്തിൽ ഉള്ളതെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അത് പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു നേതാവിന് കഴിയുന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ സർവേ ഫലങ്ങൾ പോലെയാണെങ്കിൽ സ്വാഭാവികമായും അത് VD സതീശനുള്ള കയ്യടി കൂടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ്. മധ്യ കേരളത്തിൽ UDF-ന് ശക്തി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ, കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയൂ എന്നുള്ള ഉറച്ച ബോധ്യം UDF നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മധ്യ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതിൻ്റെ സൂചനകൾ നൽകുന്ന ഈ സർവേ ഫലങ്ങൾ UDF ക്യാമ്പിന് വലിയ തരത്തിലുള്ള ആവേശം നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. അതിനനുസരിച്ചുള്ള ഫലമാണോ ഇനി ഉണ്ടാകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയേണ്ടത്. മറ്റൊരു കാര്യം കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചാണ്. ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ മാണി വിഭാഗവും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്ന, നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളുണ്ട്, ആവേശ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയുള്ള ഫലങ്ങൾ അത് കേരളത്തിലെ വരുന്ന കാലത്തെ ഈ ഇതിലേത് പാർട്ടിയായിരിക്കും നിലനിൽക്കുക എന്ന ചോദ്യത്തിന് തന്നെ ഉത്തരമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി മാറുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരസ്യമായി എവിടെയും കാണാൻ കഴിയാത്തൊരു ട്രെൻഡ് അങ്ങനെ മധ്യ കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടോ എന്ന് VD സതീശൻ പറഞ്ഞതുപോലെ ആഞ്ഞടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായി ഏതാണെങ്കിലും മനസ്സിലാകും. ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സർവേ ഫലങ്ങൾ മധ്യ കേരളത്തിലേക്ക് UDF-ന്റെ ക്യാമ്പുകൾക്ക് വലിയ ആവേശം നൽകുന്നു, കേരളത്തിലാകെ ആവേശം നൽകുന്നു. അതിനോടൊപ്പം തന്നെ ഒരു UDF-ന്റെ തിരിച്ചുവരവ്, ഒരു ശക്തമായ പോരാട്ട ഭൂമിയിലേക്ക് പണ്ടത്തെ ശക്തി കേന്ദ്രമായി പത്തനംതിട്ടയും കോട്ടയത്തെയും എറണാകുളത്തെയും ഇടുക്കിയും ഒക്കെ തിരിച്ചു പിടിക്കാൻ UDF-ന് കഴിയുമോ എന്നുള്ള സുപ്രധാനമായ രാഷ്ട്രീയ ചോദ്യം കൂടി ഈ സർവേകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർഷൻ, അതാണ് അവിടെ മധ്യ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് അജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. നന്ദി. അതിന് ഇത്തവണ UDF-ന് മലപ്പുറത്തോടൊപ്പം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകുമെന്ന് പ്രവചിക്കപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് നിന്ന് സൈഫുന്നിസ അലിയാർ നമ്മളോടൊപ്പം ചേരും. സൈഫുന്നിസ, ഇപ്പോൾ ആക്ച്വൽ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ഇത് തന്നെയും വലിയ സന്തോഷം UDF-കാർക്ക് നൽകുന്നതാണ്. എറണാകുളത്ത് നല്ല മുന്നേറ്റം UDF-നുണ്ടാകും എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്ന് മാത്രമല്ല കേരളത്തിൽ ചിലപ്പോൾ 3 സീറ്റേ LDF-ന് കിട്ടുള്ളൂ എന്ന് വരെ പറഞ്ഞ സർവേ ഉണ്ട്. അതെ, എന്ന് മാത്രമല്ല അതിപ്പോൾ എറണാകുളത്ത് LDF കേരളത്തിൽ തുടർഭരണം നേടുമെന്ന് പറയുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും എറണാകുളത്തെ സംബന്ധിച്ച് വലിയ എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. എന്താ സ്ഥിതി?
ഹർഷൻ സനീഷ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന സർവേയിൽ പോലും ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ പറയുന്നത് UDF മധ്യ കേരളത്തിൽ 22 മുതൽ 26 വരെ സീറ്റ് നേടും, ഒപ്പം തന്നെ LDF 3 മുതൽ 7 വരെ സീറ്റ് നേടും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കണക്ക് എത്രത്തോളം അത് ഫലവത്തായി വരുമെന്നുള്ളത് ഒരു സംശയമാണ്. NDA ഒരു സീറ്റ് നേടും എന്നുള്ളതും പറയുന്നു. അതിപ്പോൾ എറണാകുളത്താണോ അതല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും പക്ഷേ ഈ പറയുന്ന സർവേയിൽ പോലും, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ പോലും പറയുന്നത് UDF 22 മുതൽ 26 വരെ സീറ്റ് നേടുന്നതാണ്. ഈ മലപ്പുറത്തും പറയുന്നത് 36 മുതൽ 38 സീറ്റ് വരെയും UDF നേടും, LDF 25 മുതൽ 27 വരെ സീറ്റ് നേടും എന്ന് പറയുന്നു. അവിടെ എന്താ പറയുക, ലീഗുമായി ചേർന്ന് നിൽക്കുന്നിടത്ത് പോലും വലിയ രീതിയിൽ LDFിനേക്കാൾ വലിയ മുൻതൂക്കം നേടാനായിട്ട് UDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എറണാകുളത്ത് വരുമ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ 34 സീറ്റുകളാണ്, മൊത്തം 50 സീറ്റുകളിൽ 34 സീറ്റാണ് LDFന് മധ്യ കേരളത്തിൽ ഈ 5 ജില്ലകളിലുമായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് 3 മുതൽ 7 വരെ സീറ്റുകളെ LDFന് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു UDF തരംഗം മധ്യ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന ഒരു പ്രതീതി ഉണർത്തുന്ന ഒരു സർവേയാണ്. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം VD സതീശൻ പോലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ 5 ജില്ലകളിൽ മധ്യ കേരളത്തിൽ നിന്നുള്ളത് 2 ജില്ലകൾ മാത്രമാണ്. അതിൽ എന്നും UDFിനൊപ്പം നിൽക്കുന്ന എറണാകുളവും, ഒപ്പം തന്നെ ഇത്തവണ ഇടുക്കി മണ്ഡലമടക്കം കോൺഗ്രസ് മത്സരിക്കുന്നതോടെ ആ രീതിയിൽ ഒരു ഗുണപരമാകുമെന്ന് ആ ജില്ലയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇടുക്കിയുമാണ് ക്ലീൻ സ്വീപ്പ് എന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിലോ ആലപ്പുഴയുടെയോ കോട്ടയത്തിൻ്റെയോ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ VD സതീശന് പോലും ആയിട്ടില്ല. എന്തായാലും ആ രീതിയിൽ തന്നെ ഈ ഇപ്പോഴത്തെ സർവേകൾ മുന്നിൽ കണ്ടുകൊണ്ട് എത്രത്തോളം അത് നമുക്ക് ഈ ഒരു 4-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണാനാകുമെന്നൊരു സംശയം എനിക്കിപ്പോഴുമുണ്ട്. എന്തായാലും ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം അനുസരിച്ചാണ് എങ്കിൽ മധ്യ കേരളത്തിൽ ഒരു UDF തരംഗം ഉണ്ടാകും, NDA ഒരു സീറ്റ് നേടും. അത്തരം രീതിയിൽ നോക്കുകയാണെങ്കിൽ UDF അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ LDF ക്യാമ്പ് പറയുന്നത് എങ്ങനെയൊക്കെ പോയാലും കഴിഞ്ഞ തവണ നേടിയ 34 സീറ്റിൽ ഒരു 5-6 സീറ്റ് പോയാൽ പോലും ഒരു 30-നടുത്ത സീറ്റ് LDFന് മധ്യ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ആലപ്പുഴയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് M ഒപ്പം ഉള്ളിടത്തോളം കാലം കോട്ടയത്താണെങ്കിലും വലിയ രീതിയിൽ LDFന് പിന്നോക്കം പോകാൻ കഴിയില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു സീറ്റ് നേടി മധ്യ കേരളത്തിൽ ആ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പ്രതാപം ഇത്തവണയും നിലനിർത്താനാകുമെന്ന് തന്നെയാണ് LDFും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. റൈറ്റ്, കാത്തിരിക്കേണ്ടി വരും. മധ്യ കേരളത്തിൽ എന്തായാലും വലിയ പ്രതീക്ഷ UDF പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തെ മുഴുവൻ സീറ്റുകളും വിജയിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF ഇപ്പോഴുള്ളത്. അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ പ്രതീക്ഷയെ ഏതാനും ദിവസങ്ങൾ കൂടി ആ മട്ടിൽ തന്നെ ആഘോഷിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്. സനീഷ, ഇതിനകത്ത് എനിക്ക് തമിഴ്നാട്ടിലെ കാര്യമാണ്. ഇവിടെ 2 മുന്നണികൾക്കും, അതായത് UDFന് വിജയം എല്ലാവരും പ്രവചിക്കുമ്പോൾ തന്നെ എന്നാലും ഒന്ന് പിടിച്ചു നോക്കാം, ഒന്ന് കാത്തിരിക്കാം എന്ന് കേരളത്തിലെ LDF പ്രവർത്തകർക്കൊക്കെ തോന്നുന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലൊന്ന് നോക്ക്. തമിഴ്നാട്ടിൽ ചില സർവേ ഫലങ്ങൾ ADMKക്ക് വിജയം പ്രവചിച്ചിരിക്കുന്നു, ചില സർവേ ഫലങ്ങൾ DMKക്ക്, ആക്സിസ് മൈ ഇന്ത്യ വിജയ്ക്ക് പ്രവചിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ 3 മുന്നണി, പ്രധാന മുന്നണി അല്ലെങ്കിൽ 3 പാർട്ടികൾക്കും ആവേശത്തോടെ കാത്തിരിക്കാം. അതിപ്പോ വെച്ച് നോക്കണം, നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇക്കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല, എല്ലാവരും പ്രവചിച്ചിരിക്കുന്നത് UDF ഭരണമാണ്. പോൾ ഓഫ് പോൾസ് കണക്ക് പരിശോധിച്ചാലാണെങ്കിൽ 76 സീറ്റ് UDFനും. പോൾ ഓഫ് പോൾസ് എന്ന് വെച്ചാൽ എല്ലാ പോളുകളുടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരാശരി കണക്ക്. ഇതുവരെ വന്നിരിക്കുന്ന 10 എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുടെ മൊത്തം ആകെ ശരാശരി കണക്ക് പരിശോധിച്ചാൽ 76 സീറ്റ് UDFന് ലഭിക്കും, 61 സീറ്റ് LDFനും 3 സീറ്റ് BJPക്കുമാണ് ലഭിക്കുക. UDF അധികാരത്തിൽ വരുമെന്നാണ് എല്ലാം ചേർത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുക. 2021 എക്സിറ്റ് പോൾ ദിവസം വരെ UDF കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി ചർച്ചയിലായിരുന്നു എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ആ ചർച്ച അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ എക്സിറ്റ് പോൾ അനുകൂലമായതോടെ ഇതുവരെ കണ്ട മുഖ്യമന്ത്രി ചർച്ച മുറുകുമെന്ന് ഉറപ്പാണ്. നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ ബിനിൽ ലീല സാബു നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ബിനിൽ, ഇതിപ്പോൾ UDFന് ഇതുവരെ അവരുടേതായിട്ടുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതീക്ഷ എന്ന് വെച്ചാൽ ഉറച്ച പ്രതീക്ഷയായിരുന്നു, നമ്മൾ എന്തായാലും ജയിക്കും എന്ന്. അതുകൊണ്ട് 3 പേരുടെ കേന്ദ്രമാക്കിയിട്ട് മുഖ്യമന്ത്രി ചർച്ച മുറുകി വന്നതാണ്. ഇപ്പോൾ സർവേ ഫലങ്ങളെല്ലാം എന്തായാലും UDF ആണ് വിജയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിധം പ്രവചനം നടത്തിയിട്ടുണ്ട്. ഒരു സംശയവും ഒരു സർവേ ഫലം പോലും LDFന് അനുകൂലമായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആര്, മന്ത്രിമാരാര്, വകുപ്പുകൾ എന്ത്, ഈ മറ്റു ചെറു സ്ഥാനങ്ങളിലേക്കൊക്കെ ആരൊക്കെ വരണം, മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്ക് ആരൊക്കെ വരണം എന്നതൊക്കെ ചർച്ച ഒന്നുകൂടെ മുറുകുകയില്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാന ചർച്ച കുറെ കൂടെ രൂക്ഷമാകാനിടയുണ്ട് അല്ലേ?
സനീഷ്, അങ്ങനെ തന്നെയാണ്. ഇനി ഈ ചർച്ചകൾ നീക്കങ്ങളൊക്കെ അതിവേഗത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇതിന് മുന്നിൽ തന്നെ എക്സിറ്റ് പോളുകൾക്ക് മുന്നിലെ തന്നെ വലിയ തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാൽ അവരുടെ അനുയായികൾ പാട്ടിറക്കുന്നു. VD സതീശിന് വേണ്ടി പലയിടത്തും ഫ്ലെക്സുകൾ വരുന്നു. VDക്ക് അനുകൂലമായ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവിടെ K സുധാകരനെതിരെയും റോജി ജോനെതിരെയും അത്തരം ആക്ഷേപ പോസ്റ്റുകൾ വേണം എന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തെ പൂർത്തിയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പറഞ്ഞുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു ഫുൾ പേജ് പരസ്യം തന്നെ വരുന്നു. അത്തരം നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ എക്സിറ്റ് പോളുകൾക്ക് മുന്നേയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്ന എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ UDFന് അനുകൂലമായി തന്നെയാണുള്ളത്. ഈ പോൾ ഓഫ് പോൾ പരിശോധിച്ചാലും UDF വരും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് നേരത്തെ K മുരളീധരൻ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് ആണ്, സിംഗിൾ ഡാൻസ് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് സിംഗിൾ ഡാൻസുകളാണ്. അത് 3 പ്രധാന നേതാക്കളുടെ അനുയായികൾ സൈബർ ഇടത്തിലടക്കം അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും എക്സിറ്റ് പോളുകളിൽ അനുകൂലമായ ഒരു കണക്കുകൾ വന്നതോടെ ഈ ചർച്ചകൾ വീണ്ടും നീക്കങ്ങളൊക്കെ സജീവമായി തുടരും. കഴിഞ്ഞ ദിവസം ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുന്നേ തന്നെ KC വേണുഗോപാൽ ഇവിടേക്ക് വരാൻ പോകുന്ന ധ്വനി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോയപ്പോൾ VD സതീശിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ക്യാമ്പുകൾ പറഞ്ഞ ഒരു കാര്യം, KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു സമ്മർദ്ദ തന്ത്രം കണ്ടതാണ്. നിലവിൽ അത്തരം നീക്കങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ KC വേണുഗോപാൽ വന്നാൽ ഹൈക്കമാൻഡിലെ ഇക്കാര്യം അറിയിക്കാനും തീരുമാനിച്ചിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു. അത് ഏകദേശം നേരത്തെയുള്ള കഴിഞ്ഞ തവണത്തെ 2021 സർവേ ഫലം പരിശോധിച്ചാൽ അതിൽ കൃത്യമായി ഒരിടത്ത് മാത്രമാണ് UDFന് അനുകൂലമായി ഒരു സർവേ മാത്രമാണ് വന്നത്. ബാക്കിയുള്ള 10 LDFന് അനുകൂലമായി അല്ലെങ്കിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ള ഒരു ചിത്രമാണ് അന്ന് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ കൂടി എല്ലാ സർവേ ഫലങ്ങളും UDFന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ സജീവമായി മുന്നോട്ട് വരികയും ചെയ്യും. എന്തായാലും ഇനി ഫലം വരാൻ ഏകദേശം 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 5 ദിവസങ്ങളിലും ഇനി മുഖ്യമന്ത്രിക്കായുള്ള ആരാകും മുഖ്യമന്ത്രി, അവിടെ KC വേണുഗോപാൽ വരുമോ, VD സതീശനായിരിക്കുമോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അവിടേക്ക് വരുമോ, അതിനായുള്ള നീക്കങ്ങളായിരിക്കും സജീവമായി മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സിംഗിൾ ഡാൻസ് സജീവമായി മുന്നോട്ട് പോകുന്നതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഇനി അങ്ങോട്ട് സജീവമായിട്ട് ഇത്തരം ചർച്ചകൾ കുറെ കൂടി ശക്തമായിട്ട് നടക്കും. അതിനുള്ള ഗൗരവത്തോടെയുള്ള ആലോചനകൾ നടത്താനുള്ള ഒരു കണക്ക് അവരുടെ മുന്നിലേക്ക് കൊടുത്തു. ഇത്രയും നേരം നമ്പർ ഉണ്ടായിരുന്നില്ല, ഇപ്പം നമ്പർ കൂടെ വന്നിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ഫ്ലെക്സിന്റെ എണ്ണം കൂടെ ഫ്ലെക്സ് മാത്രമല്ല, അമ്പലങ്ങളിൽ ഇത് എന്താണ് ശയനപ്രദക്ഷിണം പോലുള്ള കാര്യങ്ങൾ, തുലാഭാരം പോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ രസകരമായുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ഹർഷ ഒരു കാര്യം കൂടി ഞാൻ പറയാവുന്നത്, ഇത് വലിയ ഗൗരവമുള്ള കാര്യമല്ല, പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്കിൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് 2021 നമ്മൾ ശരാശരിയായിട്ട് ആവറേജ് ഓഫ് പോൾ ഓഫ് പോൾസ് കണ്ടിരുന്നത് 82 ആയിരുന്നു. പക്ഷേ ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ 99 ആയി. എന്ന് വെച്ചാൽ അവരെല്ലാവരും LDFന് മുൻതൂക്കം പ്രവചിച്ചപ്പോൾ LDFൻ്റെ സീറ്റിൻ്റെ ആകെ തുക എടുത്താൽ 82 ആണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ 99 കയറുക ചെയ്തത്. ഇവിടെ ഇപ്പോൾ 76 ശരാശരി. കൂടാൻ ഒക്കെ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റും. ഇതിനകത്ത് 3 സർവേകളിൽ നമ്മൾ ഈ വന്ന 3 സർവേകളിൽ NDAക്ക് സീറ്റ് പറയുന്നില്ല, NDAക്ക് സീറ്റ് തന്നെ പറയുന്നില്ല. അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്. അത് മാത്രമല്ല, ശതമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫലം പ്രവചിക്കുന്നവർ പോലും ഈ എന്താണ് BJP ലക്ഷ്യമിടുന്ന ആ ശതമാന കണക്കിലേക്ക് എത്തുന്നില്ല. മിക്കവാറും എല്ലാവരുടെയും ഒരു കണക്ക് പരിശോധിച്ചാൽ ഒരു 14% BJPയുടെ വോട്ട് ഷെയർ എത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ 2% ഒരു 1.5% വർധന ഉണ്ടായേക്കാം എന്നുള്ളതിനപ്പുറത്ത് വലിയ വർധന വോട്ട് ഷെയറിലും കാണിക്കുന്നില്ല. അതിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും നമുക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ മത്സരം ശക്തമായിട്ട് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വോട്ട് പരമാവധി സമാഹരിക്കപ്പെടുകയും മറ്റ് മണ്ഡലങ്ങളിൽ LDF UDF പോരാട്ടത്തിലേക്ക് കൂടുതലായിട്ട് വോട്ട് വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നൊരു നിലയായിരിക്കും ഉണ്ടായിരിക്കാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഹർഷന് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് പ്രവചനം മറ്റോ നടത്തുന്നുണ്ടോ? ആരെങ്കിലും ജയിക്കുന്ന വ്യക്തികൾ വിജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രവചനത്തിനൊന്നും ഞാൻ ഇത്തവണ ഇല്ല. ഞാൻ വ്യക്തിയുടെ അല്ല, ഞാൻ പറയുന്നത് ആരധികാരത്തിൽ വരുമെന്ന്. ഇപ്പോൾ അതായത് ഇതിപ്പോൾ സർവേ ഫലങ്ങളിലേ വന്നുള്ളൂ, ഹർഷന് പറയാൻ അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഈ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ മുഴുവൻ കണക്കെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഇതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയായ വിഷയങ്ങൾ എന്താണ്, ആ വിഷയങ്ങളുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ആ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ സർവേകൾ, അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ശരിയാണ് എന്ന് തോന്നത്തക്ക ഒരു സാഹചര്യമുണ്ട്. അതായത്
ഈ സർവേകളിൽ വടക്കൻ കേരളത്തിലെ ഈ വലിയ മുന്നേറ്റം പറയുമ്പോൾ അതിൽ തന്നെ കോഴിക്കോട്ടെ മുന്നേറ്റം പറയുന്നുണ്ട്. പക്ഷേ പാലക്കാട് ഇടതു മുന്നണിക്ക് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്, കണ്ണൂർ ഇടതു മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു മുന്നേറ്റം എന്നുള്ളത് എന്തായാലും അത് ഈ ചർച്ച കേട്ടിട്ട് ആളുകൾ മേശപ്പുറത്തിരുന്ന് എഴുതി ഉണ്ടാക്കിയ സർവേ ആണെങ്കിലല്ലേ അത്രയ്ക്ക് ശരിയായി ഒപ്പിച്ചു വരാൻ പറ്റൂ. ഇതിപ്പോൾ നോക്കൂ, ഇപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ മത്സരിച്ചതിന് ശേഷം അവിടെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ഒരു ഷാഫി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവ്, അതിൻ്റെ ഒരു സ്വഭാവം, ഇപ്പുറത്തെ വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, ലീഗിൻ്റെ വളരെ സുഘടിതമായ പ്രവർത്തനം, ഇതെല്ലാം ചർച്ചയായ വിഷയങ്ങളാണ്. അതിനൊപ്പിച്ചാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം. മധ്യ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇടുക്കി അടക്കമുള്ള ജില്ലകൾ നോക്കി, ഇടുക്കി പൂർണ്ണമായി തൂത്തുവാരുമെന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞത്. അത് പലരും അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ഞാൻ കരുതിയിരുന്നത് ഇടുക്കിയിൽ UDF ഒരു എഡ്ജുണ്ട്, വേണമെങ്കിൽ ഈ 5 സീറ്റുകളും UDF ജയിച്ചു വരാവുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് തൂത്തുവരാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് സംശയം ഉണ്ടായിരുന്നത് വൈപ്പിൻ കൊച്ചി സീറ്റുകളുടെയൊക്കെ കാര്യത്തിലൊക്കെയാണ് പ്രധാനമായും. അങ്ങനെ അങ്ങ് പോകാൻ സാധ്യതയില്ലല്ലോ എന്ന്. പക്ഷേ വേണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാവുകയാണെങ്കിൽ കൊച്ചിയിൽ എറണാകുളം ജില്ലയിലും അത് കൃത്യമായി പ്രതിഫലിക്കും. അതിൻ്റെ പ്രതിഫലനം ആ മട്ടിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കാണാൻ കഴിയുന്നത്. അതായത് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ആ മട്ടിൽ തന്നെ പ്രതിഫലിക്കുന്നു. മറ്റൊന്ന് NDAയുടെ മുന്നേറ്റം എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ പല മണ്ഡലങ്ങളുടെയും പേരുകൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയുള്ളൂ, തെക്കൻ കേരളത്തിലാണ് 3 സീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചിരിക്കുന്നത്, സർവേകൾ പ്രവചിച്ചിരിക്കുന്നത്. ആ 3 സീറ്റുകൾ എവിടെ നിന്നുള്ളതാണ്? തെക്കൻ കേരളത്തിൽ നിന്നുള്ളതാണ്. അതായത് ചാത്തന്നൂരും നേമവും കഴക്കൂട്ടവും മുൻനിർത്തിക്കൊണ്ടാണ് ആ പ്രവചനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ ഈ എക്സിറ്റ് പോളിൽ പ്രകടമാണ്. അതിനപ്പുറത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം എന്താണ്, ഈ ഏറ്റവും പ്രായം ചെന്ന വോട്ടർമാരുടെ കണക്ക് നമ്മുടെ സർവേയിൽ നമ്മൾ കണ്ടതല്ലേ. ആ ക്രോസ് സെക്ഷൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രായം ചെന്ന വോട്ടർമാർക്ക് അടക്കം LDFന്, കാരണം ഈ ക്ഷേമ പെൻഷനുകളൊക്കെ അവിടെ പ്രതിഫലിക്കുന്നു, അത് LDFന് അനുകൂലമായി ആ വോട്ടുകൾ പോകുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോഴും, അതായത് ആ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുടെ ആ പാറ്റേൺ തന്നെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും കാണിച്ചു തരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലത്തിലെ ആ ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ആ ക്രോസ് സെക്ഷനിലേക്ക് കുറച്ചുകൂടി കൗതുകത്തോടെ നോക്കാനാണ്. അതുകൊണ്ട് ഞാൻ പ്രവചനത്തിന് തയ്യാറാവുന്നില്ല. കാരണം ആ ക്രോസ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ LDFൻ്റെ വോട്ട് ബേസിനകത്തൊരു ഇടിവ് സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ക്രൈസ്തവ വോട്ടുകൾ കൂടി NDAക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് UDFലേക്ക് പോയി. കഴിഞ്ഞ തവണ LDFന് കിട്ടിയ മുസ്ലിം വോട്ടുകൾ, അധിക വോട്ടുകൾ, അതായത് 30%, 31% എന്നത് ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും LDFനൊപ്പം നിൽക്കുന്നതാണ്. ബാക്കി UDFനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് UDF ജയിക്കുന്നത്. അതിൽ നിന്നൊരു ഇടിവ് വരുമ്പോഴോ അതിൽ നിന്നൊരു മാറ്റം വരുമ്പോഴോ ആണ് LDFന് വലിയ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് 34-35% വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തവണ LDFന് കിട്ടിയതിൽ നിന്ന് 5% വോട്ടുകൾ ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ഈ സർവേ പ്രകാരം ഞാൻ പറഞ്ഞത് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല. ഈ സർവേ പ്രകാരം നമ്മൾ കാണുന്നത് എന്താണ്, ആ മുസ്ലിം വോട്ടുകളുടെ ഇടിവുണ്ടായിരിക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ NDAക്കും LDFനും പോയത് തിരിച്ച് UDFലേക്ക് പോകുന്നത് ഈ സർവേയിൽ പ്രകടമായി കാണുന്നു. അതേസമയം SC വോട്ടുകൾ LDFന് അധികമായി ലഭിക്കുന്നു. അതായത് LDFിൽ നിന്ന് വിട്ടുപോയ വോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു. NDAയിലേക്ക് പോയ ഈഴവ വോട്ടുകളിൽ 1% തിരിച്ച് LDFിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ കൗതുകകരമായ കുറേ കണക്കുകൾ കൂടി ഉണ്ട് ഈ എക്സിറ്റ് പോളിൽ. അതുകൊണ്ട് അതിൻ്റെ അളവ് ഈ 1%-എന്നോ 1.5%-എന്നോ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്നാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോലും അങ്ങനെ ഒരു പ്രതികരണത്തെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ UDFന് നേരിയ എഡ്ജുള്ള ഒരു ഫലം ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആ മട്ടിലാണ് സാഹചര്യം നിൽക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. അതായത് ഞാനിതിനകത്ത് ഒറ്റ കാര്യം പ്രവചിക്കാൻ ധൈര്യം കാണിക്കേണ്ടത്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതാണല്ലോ ഇപ്പോൾ അന്തിമമായിട്ടുള്ള ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് നമ്പർ. മീൻസ് ഇനി അങ്ങോട്ടുള്ളത് ഈ റിയൽ നമ്പറാണ്. അതുവരെയുള്ള ചർച്ച ചെയ്യാനുള്ള ലാസ്റ്റ് നമ്പർ ഇതാണ്. ഈ നമ്പർ വെച്ച് പ്രവചിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്നൊരു കാര്യം, LDFന് നല്ല സന്തോഷകരമായുള്ളൊരു സാഹചര്യമാണ്. അവർ ജയിച്ചില്ലെങ്കിൽ പോലും, ഹർഷൻ പറഞ്ഞ കണക്കുകളിലൊക്കെ അതുണ്ട്, അവർ ജയിച്ചില്ലെങ്കിൽ പോലും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതേക്കാൾ കൂടുതൽ നമ്പരെ കൂട്ടിയിട്ട് ഈ പറയുന്ന 90-95 മുകളിലേക്കൊക്കെ UDF വരികയാണെങ്കിലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അവർക്ക് തട്ടുകേടുണ്ടാവുകയൊക്കെ ചെയ്താൽ അതാണ് അന്തിമമായിട്ട് വിധി വരുന്നതെങ്കിൽ അത് വേറൊരു സീനാണ്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ നമ്പർ. എന്തുകൊണ്ട് ഇത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ LDFന് സന്തോഷിക്കാനുള്ള കാര്യമേ ഉള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ പോലും 10 വർഷം ഭരിച്ചു.
ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ ക്രിസ്ത്യൻ വോട്ടിൽ നിന്നൊരു കുറവ് സാധാരണഗതിയിൽ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വല്ലാതെ UDF കിട്ടുന്നതല്ല. അതിലൊരു ശതമാനം കുറവുണ്ടായി ഇത്തവണ എന്ന് പറയുമ്പോൾ തന്നെയും കഴിഞ്ഞ തവണ കോവിഡ് എന്ന് പറയുന്നത്, അതായത് മതജാതി വ്യത്യാസമില്ലാതെ ഈ സർക്കാരിന് അനുകൂലമായിട്ട് സർക്കാർ അങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്ന് UDF പോലും സമ്മതിക്കുകയാണല്ലോ അതിലൂടെ. അതായത് കഴിഞ്ഞ കോവിഡിനെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഈ ഭരണം കിട്ടാതെ പോയത് എന്നാണല്ലോ UDF പറയുന്നത്. അപ്പോൾ അതിനർത്ഥം കോവിഡ് നന്നായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് UDFും പ്രതിപക്ഷവും പോലും സമ്മതിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് വന്നിരിക്കുന്ന ഒരു ശതമാനം ക്രിസ്ത്യൻ വോട്ട് അങ്ങോട്ട് പോയി. വല്ലാത്ത തോതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ള പ്രചരണം, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഇതിനെതിരായിട്ട് വരണം, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടക്കുകയാണെന്നൊക്കെയുള്ള പ്രചരണം വന്നിട്ട് 1% അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നല്ലാതെ ജനസാമാന്യത്തിലെ സാധാരണ ജനസാമാന്യത്തിൽ നിന്ന് തരക്കേടില്ലാത്ത വിധം വോട്ട് LDFന് കിട്ടിയിട്ടുണ്ട് എന്ന സാഹചര്യം നമ്മൾ ഹർഷനിപ്പോൾ പറഞ്ഞ ക്രോസ് സെക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത്, വലിയൊരു നമ്പറിൽ ഇടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ഈ 10 വർഷങ്ങൾക്ക് ശേഷവും സാധിച്ചിട്ടില്ല എന്നത് UDFൻ്റെ മുന്നിൽ ഒരു ചെറിയ ക്ഷീണമായിട്ട് നിൽക്കും. അവർ ഭരിക്കുകയാണെങ്കിൽ തന്നെയും അതിശക്തമായിട്ടൊരു പ്രതിപക്ഷത്തെയാണ് ഇപ്പുറത്തുണ്ടാവുക എന്ന സൂചന ഈ പറയുന്ന സർവേ ഫലങ്ങളിൽ നിന്നെല്ലാം ലഭ്യമാണ്. അതായത് സർവേ ഫലങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ UDFൻ്റെ ഭരണം കേരളത്തിൽ വരും. പക്ഷേ അപ്പോൾ LDFൻ്റേത് ഇപ്പുറത്ത് പ്രതിപക്ഷം അതിശക്തമായിട്ടാണ് നിൽക്കുക. അവരുടെ വോട്ട് ശതമാനത്തിൽ വലിയ ക്ഷീണം ഉണ്ടാവുകയില്ല. NDAക്ക് ഈ പറയുന്ന തരത്തിലുള്ള സീറ്റ് എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സീറ്റ് എണ്ണം അവർക്ക് 2-3 ഉണ്ടാകുമ്പോൾ തന്നെയും അവരുടെ വോട്ട് ശതമാനം ഒരുപക്ഷെ താഴേക്ക് പോകാനാണ് സാധ്യത. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ പറയുന്ന LDF UDF പോരാട്ടം ശക്തമായി നടന്നതുകൊണ്ട്. അപ്പോൾ ഈ നമ്പറുകളെ നമ്മളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കുറേ കൂടെ വിശദമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നാളെ രാവിലെ മുതൽ വേറെ ചർച്ച നടത്താം. ഇതുവരെ നമ്മുടെ മുമ്പുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ LDFന് വിജയം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വലിയ ക്ഷീണം എന്ന് പറയാവുന്ന നിലയില്ല എന്ന് വിലയിരുത്തിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഹർഷ, അല്ലേ? അതെ തീർച്ചയായും. അത് മാത്രമല്ല, അങ്ങനെ ഞാനത് ഉറപ്പിച്ചിപ്പോഴും ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. നേരിയ എഡ്ജ്, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവേ നമ്മൾ വിലയിരുത്തിയപ്പോൾ വന്ന സംഗതി ഉണ്ടല്ലോ, അതായത് UDFന് നേരിയ എഡ്ജുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി തന്നെ അറിയാം.